ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ യൂട്യൂബ് മോണിറ്റൈസേഷനൊക്കെ കിട്ടിയ ആൾക്കാർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിലേക്ക് ആഡ്സൻസ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ആഡ്സൻസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം 8 മിനിറ്റെങ്കിലും വീഡിയോ ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അതാണ് 8 മിനിറ്റ് വീഡിയോ ആയിരിക്കണം എന്നാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് പിന്നെ ഈ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കൊണ്ടുപോയി വെക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കാം. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് അതിന് നിങ്ങൾ ഫസ്റ്റായിട്ട് നിങ്ങൾ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സെറ്റിങ്സ് ചെയ്യാണ്ട് നമുക്ക് ഫസ്റ്റ് പോയിട്ട് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ ആണോ നമുക്ക് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ആഡ്സൻസ് 8 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കണം എന്നുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റേതിന് ഓട്ടോമാറ്റിക് വരും. അല്ലാത്തത് നമുക്ക് 8 മിനിറ്റുള്ളൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചാനലിൽ പോയതിന് ശേഷം ജസ്റ്റ് ക്രിയേറ്റ് സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം നമുക്ക് ഒരു 8 മിനിറ്റുള്ളൊരു വീഡിയോ എടുക്കാം. ഞാൻ എൻ്റെ ഒരു 8 മിനിറ്റുള്ളൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യാണ്. നമ്മൾ അതിൻ്റെ ആ ലോഗോ ഉണ്ടല്ലോ, ഡോളറിൻ്റെ ചിഹ്നം, ആ ഡോളറിൻ്റെ ചിഹ്നമുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 8 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കണം കേട്ടോ. അവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മാനേജ് ആഡ് സ്ലോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക് വന്ന ആഡ്സൻസിൻ്റെ ടൈമിംഗ് അവിടെ കാണിക്കുന്നുണ്ടാവും മുകളിൽ. നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ ടൈമിലും വന്നതിൻ്റെ ഓരോ പോയിൻ്റുകളാണ് അവിടെ കാണുന്നത്, ബ്ലാക്ക് പോയിൻ്റ്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് പരസ്യം വരിക. ഇത് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് ടൈമിൽ കൊണ്ടുപോയി വെക്കാം, അല്ലെങ്കിൽ സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മിനിമം 2 മിനിറ്റ് 2.5 മിനിറ്റ് ടൈമിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പെൻഡിങ്ങിൽ നോക്കൂട്ടോ, ജസ്റ്റ് ബാക്ക് അടിക്കുക. ഇനി അപ്പോൾ ഇങ്ങോട്ട് ഫസ്റ്റ് ഒന്ന് കൊണ്ടുവച്ച് സ്റ്റാർട്ടിങ് ടൈം തന്നെ വീഡിയോ പ്ലേ ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു ആഡ്സൻസ് വരും. അതേപോലെ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ റിവ്യൂ. അതേപോലെ ഇതിന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നേരെ 2ാമത്തെ മിനിറ്റിലേക്ക് കൊണ്ടുവച്ചു. ഒരു മിനിറ്റ് അവിടെ കാണിക്കുന്നുണ്ട് മുകൾ ഭാഗം, അപ്പോൾ അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഓരോ മിനിറ്റിൽ ഞാൻ 2, 4 അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാം അപ്രൂവ് ആകണമെന്നില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനതൊന്ന് 4 മിനിറ്റിലൊന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തും മൗസ് കൊണ്ട് വെക്കുക. എന്നിട്ട് ഇവിടെ ആഡ് സ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ കണ്ടില്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പരസ്യം വരാനുള്ള ഇത് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് അവിടെ കൊണ്ടുവച്ചു. ഇനി അടുത്ത് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് വെക്കാൻ പോവാണ്, കാണിച്ചു തരാം. ജസ്റ്റ് മൗസ് എടുത്തിട്ട് നേരെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇതങ്ങനെ വലിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക. വെച്ചതിന് ശേഷം അവിടെ ആഡ് സ്ലോട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെ വെക്കേണ്ടത് കറക്റ്റ് ടൈം നോക്കിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ടൈം നോക്കുക. എന്നിട്ട് ആഡ് സ്ലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ടാവും, കണ്ടില്ലേ. അതേപോലെ ബ്ലാക്ക് വരുന്ന ഭാഗത്തൊക്കെ പരസ്യം അവർ കാണിക്കും. അപ്പോൾ ഇവിടെയൊക്കെ പെൻഡിങ് റിവ്യൂ എന്നുണ്ടല്ലേ, അതുപോലെ ചെക്ക് ചെയ്യും കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്നുള്ളത്. അപ്പോൾ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ പരസ്യം കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ എന്താ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏണിങ്സ് കൂട്ടാൻ പറ്റും. അപ്പോൾ അതേയുള്ള വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഏകദേശം 5 ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. 5 ഭാഗം വേണമെങ്കിൽ എൻഡിങ്ങിലൊന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോ അവിടെ കാണുന്നുണ്ട്, കാണില്ലേ. ഇത്ര ഡിസ്പ്ലേ ആഡ്സ് വരും, സ്കിപ്പബിൾ ആഡ്സ് ഇവിടെ എല്ലാം വരുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ പെൻഡിങ് റിവ്യൂ എന്നുള്ള ഭാഗത്ത് അവിടെ പെൻഡിങ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ പരസ്യം വരുന്നത് കാണാൻ പറ്റും. ഇവിടെ റെഡ് കളറൊന്നുമില്ല. റെഡ് കളർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവിടെ ഒരു അപ്രൂവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി ഇത് അപ്രൂവഡ് ആണ്, ഇത് ക്ലിയർ ആവും. കുറച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വേറെ ഏതെങ്കിലും പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് പരസ്യങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആഡ്സൻസ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് കറക്റ്റ് ഇത്ര ആഡ്സൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കൂട്ടാൻ പറ്റും. നല്ല റണ്ണിങ്ങുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് ഏണിങ്സ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.